സാർ എനിക്കൊരു ജോബ് കിട്ടുന്നില്ല. സാർ ഒന്ന് റെഫർ ചെയ്യുമോ? ഫ്രഷേഴ്സിന് ജോബില്ല, ഒന്ന് റെഫർ ചെയ്യുമോ? റെഫറൻസ് ഇല്ലാതെ ഫ്രഷേഴ്സിന് ജോബ് കിട്ടാറില്ല. റെഫറൻസ് ഇല്ലാതെ GCC മാർക്കറ്റിൽ ജോബില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ മൈൻഡിൽ വന്നിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് കാണാം. ഞാൻ എങ്ങനെയാണ് ഒരു നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, ഹൗ ടു ബിൽഡ് എ ഗുഡ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് എങ്ങനെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താൽ ഓഫ് കോഴ്സ് നമുക്ക് നല്ല ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. അതനുസരിച്ച് നമുക്ക് ജോബ് റെഫറൻസ് ഒക്കെ പല ആൾക്കാരും ചെയ്യും. സോ ഇതിലുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോണത്. ഒന്നെന്ന് പറയുന്നത്, ബി ആക്റ്റീവ് ഇൻ പ്രൊഫഷണൽ സർക്കിൾ. നമുക്ക് ഒരുപാട് പ്രൊഫഷണൽ സർക്കിൾസ് ഉണ്ടാവും. ഓക്കെ, പല ഇവൻറ്റ്സ് ഉണ്ട്, ഇൻഡസ്ട്രി ഇവൻറ്റ്സ് ഉണ്ടാവാം, എൻജിനീയറിംഗ് ഫോറം ഉണ്ടാവാം, അതുപോലെ എൻജിനീയറിംഗ് സർക്കിൾ ഉണ്ടാവാം. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മളുടെ ലൊക്കാലിറ്റിയിൽ പല പല സ്ഥലത്തും ഉണ്ടാവും. അത് ഓൺലൈൻ ആവാം, ഓഫ്ലൈൻ ആവാം. ഇതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം റീസെൻ്റായിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എൻജിനീയറിംഗ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി. അതിലും ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഫഷണൽ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ അതിലൊരാളായി മാറും, നമ്മളൊരു ലീഡറായി മാറും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ BNI എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഉണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാർക്കൊക്കെ വളരെ ചേഞ്ചസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർക്കിളിൽ പോയിട്ട് ആക്റ്റീവ് ആവാം. ചുമ്മാ ജോയിൻ ചെയ്താൽ പോരാ, ആക്റ്റീവ് ആവാം. അങ്ങനെ നമുക്ക് നല്ല നെറ്റ്വർക്ക്സ് കിട്ടും. പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ, യൂസ് ലിങ്ക്ഡിൻ സ്ട്രാറ്റജിക്കലി. നിങ്ങൾക്ക് എല്ലാവർക്കും ലിങ്ക്ഡിൻ ഉണ്ടാവും. ലിങ്ക്ഡിനിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും അതിൽ ആക്റ്റീവ് ആയിരുന്നു, ജസ്റ്റ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ആക്റ്റീവ് ആണെങ്കിൽ തന്നെ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടാവില്ല, കവർ പേജ് ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ഒന്ന് പോർട്ട്ഫോളിയോ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വെക്കുക, എന്നിട്ട് അതിൽ ആക്റ്റീവ് ആവാം. നമ്മൾ റീസെൻ്റായിട്ട് ഞാൻ പറഞ്ഞു എൻജിനീയറിംഗ് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത്. അതിൽ അവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് ലിങ്ക്ഡിനിലാണ്. അവർ ഓൾമോസ്റ്റ് 3 മന്ത് കഴിഞ്ഞപ്പം അവരുടെ ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് അതിൽ നിന്ന് അവർ ഡൈല്യൂട്ട് ചെയ്തിട്ട് ലിങ്ക്ഡിനിൽ തന്നെയായി അവരുടെ ഫോക്കസ്. അവരുടെ കൂടുതൽ ടൈം ലിങ്ക്ഡിനിലായതുകൊണ്ട് തന്നെ പല കമ്പനീസും അവരിങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യണം, നിങ്ങൾക്ക് ജോലി വേണമെന്ന് ചോദിച്ചിട്ട്. അവർ ജോലി അന്വേഷിക്കുന്നില്ല, അവർക്ക് നല്ല ജോബ് കിട്ടിയിട്ട് പോലും ഇങ്ങോട്ടേക്ക് ജോബ് വേണമെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് വരികയാണ്. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. നമ്മൾക്ക് വേണ്ടുന്ന, ഇഫ് വി വാണ്ട് ടു ബി എ പ്രൊഫഷണൽസ്, ആ പ്ലാറ്റ്ഫോമാണ് പ്രൊഫഷണൽസിൻ്റെ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. സോ നമ്മളത് സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്യണം. അതിലൊന്നെന്ന് പറയുന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം നമ്മളുടെ പ്രൊഫൈൽ. നല്ല ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോ എന്ന് പറയുമ്പം നമ്മളുടെ ഫേസ് 80% കവർ ചെയ്യുന്ന ഫോട്ടോ ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത്. പല ആൾക്കാരുടെയും ഫോട്ടോ എന്ന് പറയുന്നത് എന്താ പറയുക, താജ്മഹലിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ടാവാറുണ്ട്. ട്രൈ ടു അവോയ്ഡ് ദാറ്റ്. അത് ഫുൾ ഫിഗർ, ഫുൾ ഫോട്ടോ ആയിട്ട് വെക്കുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെ ഫേസ് കാണാത്ത ഫോട്ടോ ഉണ്ടാവും. അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ തന്നെ അതിൽ കീപ്പ് ചെയ്യാം. അതിൽ കവർ ഫോട്ടോയിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കവർ ഫോട്ടോ ആണെങ്കിൽ ദാറ്റ്സ് പെർഫെക്റ്റ്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇവൻറ്റിലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വെക്കുക. മറ്റേ സൂര്യൻ പൊന്തി വരുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഒരു പ്രൊഫഷണലിസം തോന്നണം. നമ്മൾ പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രൊഫഷണലിസം തോന്നണം. വേറെ എന്താ വെച്ചാൽ, നല്ല നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. നമുക്കൊരു വീക്കിൽ 200 കണക്ഷൻ റിക്വസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ലിങ്ക്ഡിനിൽ. ഈ 200 കണക്ഷൻ ഒരു വീക്കിലാണ്. ജസ്റ്റ് ഇമാജിൻ, ഒരു മാസം നമുക്ക് 400 കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ഒരു വർഷം നമുക്ക് 4800 കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇത് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതൊക്കെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തുള്ള കാര്യമാണ്. 4800-ൽ പകുതി ആൾക്കാർ, പകുതിയും വേണ്ട, 1/4 ആൾക്കാർ നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, 200 കൊടുത്തതിൽ 50 ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത് തന്നെ 1200 കണക്ഷൻസ് നമുക്കായി. ദാറ്റ്സ് എ വെരി ഗുഡ് നെറ്റ്വർക്ക് ആക്ച്വലി. 1200 ആൾക്കാരുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ഇനി ഇവർ നമ്മളെങ്ങനെ കാണണം? നമ്മൾ ജസ്റ്റ് മെസ്സേജ് അയക്കരുത്. എനിക്കും വരുന്നൊരു മെസ്സേജാണ്, കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ തൊട്ടിപ്പുറത്ത് അവർ ഓൾറെഡി മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും കണക്ഷന് മുന്നേ തന്നെ. ഡിയർ സാർ, മൈ നെയിം ഈസ് ABC, I have XYZ years of experience, I am doing a XYZ, I am looking for a job in your company എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, CV-യും കൂടി അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും. യൂഷ്വലി ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല. നമ്മളൊരിക്കലും മെസ്സേജസ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്, ആപ്ലിക്കേഷൻ അല്ല. ഇതെന്ന് പറയുന്നത് ആപ്ലിക്കേഷനാണ്, ജോബ് ആപ്ലിക്കേഷനാണ്. ഇതിന് ജോബ് പോർട്ടൽസ് ഉണ്ട്, അല്ലെങ്കിൽ ലിങ്ക്ഡിൽ തന്നെ ജോബ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സ്ട്രാറ്റജിക്കലി
അവരായിട്ട് 2-way കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരാളെ കണക്ട് ചെയ്തതാണെങ്കിൽ, സർ ഹായ് ഹൗ ആർ യു, അയാളുടെ പ്രൊഫൈലും നോക്കുക. ഐ ഹാവ് ഗോൺ ത്രൂ യുവർ പ്രൊഫൈൽ, ഐ ഗോട്ട് ടു നോ യു ഗോട്ട് PMP അല്ലെങ്കിൽ RICS മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവരെടുത്തൊരു കാര്യമാണ്, അവരെടുത്തുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവരടുത്ത് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെങ്കിൽ RICS അയാളുടെ അടുത്തുണ്ട്, അയാളുടെ നോളജാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഹി വിൽ എക്സ്പ്ലെയിൻ. അവർ വളരെ ഹാപ്പി ആയിരിക്കും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ നമ്മളൊരു കുറച്ച് കോൺവെർസേഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ മൈൻഡിൽ ഇന്നൊരാൾ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ളതാണ്, ഒരു കരിയറിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് വി ഹാവ് എനി ഓപ്പണിങ്സ് വി ക്യാൻ കൺസിഡർ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വരും. മറ്റേത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം മെസ്സേജുകൾ. ഓക്കെ, സോ ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക്കലി നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ ലിങ്ക്ഡിൽ നമ്മളുടേതായിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിടാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മളുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, അവർ ഫ്രഷറായിരുന്നു, ഷിജിൻ എന്നാണ് പേര്. ഷിജിൻ ഇങ്ങനെയായിരുന്നു. ഷിജിൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബിന് വേണ്ടിയിട്ട് ഇങ്ങനെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തു, റെഫർ ചെയ്തു, ആൾക്കാരായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ദുബായിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വിളിച്ചു, സാർ ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു, ലിങ്ക്ഡിൻ കണ്ടായിരുന്നു. ആ ഒരു കോൺവെർസേഷന് ആ പ്ലാറ്റ്ഫോമിൽ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് ഷിജിൻ അവിടെ പോയതിന് ഐ ബിലീവ് 2 വീക്കിനുള്ളിൽ ആ ജോബ് കിട്ടി. അതുപോലെ നാജിയ എന്ന് പറഞ്ഞ വേറൊരാൾ ഇതേപോലെ തന്നെ നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തു. എന്നിട്ട് 2 വീക്ക്, ഇവരൊക്കെ ഫ്രഷേഴ്സാണ് കേട്ടോ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഞാൻ പറയണില്ല, അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് തന്നെ ജോബിലേക്ക് കയറി. ഓൺലി ദ തിങ് ഇസ് ദേ ഗോട്ട് ഗുഡ് നെറ്റ്വർക്ക് ഫ്രം ലിങ്ക്ഡിൻ. അപ്പം നമുക്കത് പറ്റുന്നൊരു കാര്യമാണ്. നമ്മളെന്താണ് ചെയ്യാത്തത് കൊണ്ടാണ്, നമ്മളവിടെ ഒരു എഫേർട്ട് ഇടാത്തത് കൊണ്ടാണ്. നമ്മളവിടെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യാനുള്ള വി ആർ ബിസി വിത്ത് ഇൻസ്റ്റാഗ്രാം സ്ക്രോളിങ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഓക്കെ, ഇനി എന്താ പറയുക, മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ്, നോട്ട് ജസ്റ്റ് കോണ്ടാക്ട്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ വരുന്നൊരു കാര്യമാണ്. ലിങ്ക്ഡിനിൽ ഞാൻ ആ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, കണക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇവൻറ്റിൽ പോയി കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാലും ആ റിലേഷൻഷിപ്പ് മാക്സിമം കീപ്പ് ചെയ്യാൻ തുടങ്ങാം. നമ്മളെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യുക, സംസാരിക്കുക, വിഷസ് വരുമ്പോൾ വിഷസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു പോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, ഇന്ന ആൾക്കാരൊക്കെ വെച്ചിട്ട്, എന്നിട്ട് ഒരു വിഷ് ഷെയർ ചെയ്യുക. അപ്പോഴേക്കാണ് ദേ ഡു റിമെമ്പർ അസ്. അതുപോലെ നമുക്ക് വാട്സപ്പ് നമ്പർ എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് കൊണ്ടുവയ്ക്കുക, എഞ്ചിനീയറിംഗ് ലെവലിലുള്ള സ്റ്റാറ്റസ് വാട്സപ്പിൽ ഇടുക. അപ്പോൾ അവർ കാണുമ്പോൾ ഈസ് ഗുഡ്. നമ്മൾ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മൈൻഡിലൊരിത് വരും. അത് പറ്റുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സാർ ഇന്ന കാര്യങ്ങളുണ്ട്, നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടി, ഫോർ എക്സാമ്പിൾ അയാൾ ഹെൽപ്പ് ചെയ്തിട്ടൊരു അച്ചീവ്മെൻറ്റ് കിട്ടി, വി ഷുഡ് അക്നോളജ് ദം. അത് കേട്ടസി നമ്മൾ കൺവേ ചെയ്യുക. സാറ് എനിക്കിങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പം സാറിൻ്റെ ഹെൽപ്പ് കാരണമാണ് ഞാൻ ഇന്നയാളെ കണക്ട് ചെയ്തിട്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ സാറിൻ്റെ ഗൈഡ് ലൈൻസ് കാരണമാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ പറയുമ്പോൾ അവരൊന്നുകൂടെ ഹാപ്പി ആയിരിക്കും നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നെറ്റ്വർക്കിങ്ങിൽ. വേറെ എന്ന് വെച്ചാൽ ഹെൽപ്പ് അതേഴ്സ് ഫസ്റ്റ്, ഗിവേഴ്സ് ഗെയിൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നമുക്ക്. നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് നമുക്ക് കിട്ടാം. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുന്നു, ഒരാൾ ജോബിന് ചോദിക്കുമ്പോൾ നമ്മൾ അയാൾക്ക് പറ്റണമെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ കൊടുക്കുക. ഓഫ് കോഴ്സ് 100% നമുക്ക് കിട്ടും. ഒരിക്കലും എന്താ പറയുക, ഞാൻ ഓപ്പോസിറ്റുള്ള ഒരാളെ എൻ്റെ കോമ്പറ്റീറ്ററായിട്ട് കാണരുത്, എൻ്റെ കൂടെയുള്ള ഒരാളായിട്ട് കാണണം. അങ്ങനെയാണ് നല്ല നെറ്റ്വർക്ക് ഉണ്ടാകും. അങ്ങനെ കൂടെയുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടുഗദർ വി ഗ്രോ. അത് ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പല ആൾക്കാരെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് എന്താ കിട്ടുക എന്നുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു തുടങ്ങി കഴിയുമ്പോഴാണ് ആൾക്കാർ തരാൻ തുടങ്ങുള്ളൂ. നമ്മളിപ്പോൾ ഒരാൾ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ നമുക്ക് 10 തിരിച്ച് ഹെൽപ്പ് ചെയ്യും. അത് ഓഫ് കോഴ്സ് അത് ഈ വേൾഡിൻ്റെ ഒരു എന്താ പറയുക റൂളാണ്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, അത് ലീഡേഴ്സിനുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ഒരാൾക്കുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. നമുക്ക് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഇഫ് വി ക്യാൻ ഡു ഇറ്റ് വി ഹാവ് ടു ഡു ഇറ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, പറ്റുന്നതങ്ങ് ചെയ്യാം. ഓക്കെ, അതിനൊരു എക്സ്പെക്റ്റേഷൻ വെക്കണം നിർബന്ധമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് വരും. ഓക്കെ, അത് നമുക്ക് വളരെയധികം നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ടോപ്പിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ചോദിക്കും, ചിലപ്പോൾ ഒരു ചെറിയ ഡ്രോയിങ് അല്ലെങ്കിൽ ചെറിയ മെഷർമെൻറ്റ് ചെയ്ത് തരുവാണ്, ഫൈൻ, ഐ ക്യാൻ ഡു ഇറ്റ്. നമ്മളവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ലെവൽ കൺസിഡർ ചെയ്യും. ഓക്കെ, ദെൻ ആസ്ക് ഫോർ റെഫറൻസ് ഇൻ റൈറ്റ് വേ. ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വരരുത്.
സീരിയസ്ലി നമ്മൾ നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഫറൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല. അവരിങ്ങോട്ടേക്ക് ചോദിക്കും, നീ എൻ്റെ കമ്പനിയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. ഇനി ഇല്ല, നല്ല നെറ്റ്വർക്കാണ്, സ്റ്റിൽ ലൈഫ് ഈസ് നോട്ട് ഗോയിങ് സ്മൂത്ത്ലി എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ആരെങ്കിലും റെഫർ ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റെഫർ ചെയ്യാനുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മളുടേതായ റിസർച്ച് ചെയ്തിട്ട് ഇന്ന കമ്പനിയിലാണ് എനിക്ക് പോകേണ്ടത്, ഇന്ന കമ്പനിയിൽ ഓപ്പണിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, സാർ ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അറിയോ, ഓക്കെ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുള്ള ആരെങ്കിലും അറിയോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേതെന്ന് വെച്ചാൽ ഒരു CV അയച്ചിട്ട് സാറിന് അറിയുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നത് ദ ഗുഡ് കൺഫ്യൂസ്, ഇതിപ്പോൾ ആർക്ക് അയച്ചു കൊടുക്കുന്നതല്ല. നേരെ മറിച്ച്, സാർ ഇന്ന കമ്പനിയിൽ ഇന്നൊരാളുണ്ട് അല്ലെങ്കിൽ ഇന്ന കമ്പനിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, കുഡ് യു റെഫർ ടു മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അത് സെർച്ച് ചെയ്തിട്ട് അയച്ചു കൊടുക്കാതെ. അങ്ങനെയുള്ള റൈറ്റ് വേയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഓക്കെ. അല്ലാതെ നമ്മൾ എന്താ പറയുക, സാർ എന്നെ എവിടെയെങ്കിലും റെഫർ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ജോബ് വേണം, സാർ ഹെൽപ്പ് ചെയ്യണം, എന്താ പറയുക, ഒരു ബെഗിങ് മൈൻഡിലോ അല്ലെങ്കിൽ ഒരു ഓർഡറിങ് മൈൻഡിലോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ മൈൻഡിലോ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഹൂ യു ആർ ആസ്കിങ് മീ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും ആൾക്കാർക്ക് ഉണ്ടാവും. അത് ഇമോഷണൽ ഗെയിമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. സോ മേക്ക് ഗുഡ് റിലേഷൻഷിപ്പ്, ഗുഡ് നെറ്റ്വർക്കിംഗ്, ഹെൽപ്പ് അതേഴ്സ് എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജോബ് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ കുറവാണ് നമ്മളുടെ മാർക്കറ്റിൽ. നമുക്ക് ഇപ്പം ഞാനൊരു കമ്പനി റൺ ചെയ്യുന്ന ആൾക്കാരാണ്. ബേസിക്കലി എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ റൺ ചെയ്യുന്ന 3 കമ്പനീസ് റൺ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല മാൻ പവറിനെ കിട്ടാനില്ല. പല ആൾക്കാരും ജോബില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും ഡെയിലി കമ്പനീസ് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാണ്, ആൾക്കാരെ കിട്ടണില്ല. ടെക്നിക്കൽ നോളജ് ഇല്ലായിട്ടല്ല, അവർക്കുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നമ്മളെ സ്റ്റുഡൻ്റാണ് അനൂപ്, മൂപ്പർ ഇപ്പം കുവൈറ്റിൽ വർക്ക് ചെയ്യാണ്. മൂപ്പർക്ക് ഇൻ്റർവ്യൂവിന് പോയപ്പം മൂപ്പർക്ക് ടെക്നിക്കൽ ഒന്നും അറിയില്ലായിരുന്നു, പക്ഷേ ഹീ നോ ഹൗ ടു പ്രസൻറ്റ് ഹിംസെൽഫ്. മൂപ്പർ പ്രൊഫഷണൽസായിട്ട് ഡിസ്കസ് ചെയ്ത് പ്രൊഫഷണലായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതുകൊണ്ട് ഹീസ് ഹാവിങ് അറൗണ്ട് 3 years എക്സ്പീരിയൻസ്, ഓക്കെ, ഉണ്ടായതുകൊണ്ട് തന്നെ മൂപ്പർ അവിടെ പോയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ക്വസ്റ്റ്യൻസ് അറിയില്ല, ടെക്നിക്കൽ നോളജ് അറിയില്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഇതുകൊണ്ട് തന്നെ അറ്റ് ദ എൻഡ് അവർ പറഞ്ഞത് വെച്ചാൽ, നമുക്കറിയാം നിനക്ക് ടെക്നിക്കൽ നോളജ് വളരെ വീക്കാണെന്നുണ്ട്, ബട്ട് ദ തിങ് ഈസ് നിന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമുക്കറിയാം. ബിക്കോസ് യു ഹാവ് കോൺഫിഡൻസ്, യു ഹാവ് ലീഡർഷിപ്പ് സ്കിൽ, യു ഹാവ് വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഈ 3 കാര്യങ്ങളായിരുന്നു നിന്നിൽ ഞാൻ കണ്ടത് പോസിറ്റീവ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ എടുക്കുന്നത്. ഈ ഒരു സാധനമായിരിക്കണം വേണ്ടത്. ഇത് വേൾഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽസിൽ ആകെ ഉള്ളത് 20% ആൾക്കാർക്കാണ്. 80% ആൾക്കാർക്കും ഈ സാധനത്തിന് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നെറ്റ്വർക്ക് ഇല്ലാത്തതും അവർക്കൊരു കമ്പനിയിൽ ജോബിന് ചോദിക്കാൻ പോലും പേടിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, റെഫർ ചെയ്യാൻ പേടിയാണ്. അത് ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് ഞാൻ ഇനീഷ്യൽ പറഞ്ഞ റെഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ജോബ് കിട്ടില്ല, നെറ്റ്വർക്കിംഗ് ഇല്ല, ആൾക്കാർ ജോബ് തരുന്നില്ല, എക്സ്പീരിയൻസ് ചോദിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇതൊക്കെ ഓവർകം ചെയ്യുന്ന ആൾക്കാർ ഈ വേൾഡിലുണ്ട്. അപ്പം ട്രൈ ടു മേക്ക് ഗുഡ് നെറ്റ്വർക്ക്. നമുക്ക് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ, ദാറ്റ്സ് യുവർ സ്കിൽ അല്ലെങ്കിൽ ദാറ്റ്സ് യുവർ കോൺഫിഡൻസ്, ദാറ്റ്സ് യുവർ അസെറ്റ്. അത് നിങ്ങൾക്ക് ജോബ് എത്തിച്ചേരും. ഓക്കെ, സോ ഇനിയും കുറച്ചും കൂടി ടിപ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയണം, ഗുഡ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഷെയർ ചെയ്യുക. താങ്ക് യു എവരി വൺ. ഹാവ് എ നൈസ് ഡേ.